നമുക്കൊരു മുതൽ സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാളാഞ്ചി അടിച്ചിരുന്നു. കുറേ നാൾക്ക് ശേഷം പിന്നെ ഒരെണ്ണം അടിച്ച്. കാരണം മീൻ അടിക്കുന്നുണ്ടാകുന്നില്ല പൊതുവെ. പിന്നെ ഒരെണ്ണം അടിച്ച് കിട്ടിയേക്കണ്ട. ലൂറോക്ക് ഫസ്റ്റ് ലൂറ് വാങ്ങിച്ചിട്ട് ഇപ്പോഴാണ് ഒരെണ്ണം അടിച്ചത്. വെള്ളം ഒന്ന് കലങ്ങിയ ടൈമിനാണ് ഈ ലൂറ് പറക്കായേക്കണത്. ഏകദേശം ഒരു 3.5 കിലോ തികച്ചുണ്ടാവും. ഇത്രയുള്ള കാണാൻ. നല്ല ഫിനിഷിങ്, നല്ല ഗോൾഡൻ കളർ ഫിനിഷിങ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കയറി വന്നേക്കണ മീനായിക്കോളും. ഇത്രയും ദിവസം മീൻ ഉണ്ടായിരുന്നില്ല, ഇപ്പം ആ കയറി വന്നേക്കണം. എന്നിട്ട് ആ ഫിന്നേക്കണോക്കെ. പക്ഷെ എൻ്റെ ഇത് വിട്ടുകൊണ്ടാണ് ഭാഗത്തിന്, എന്തോ ഒരു ഭാഗത്തിന് കിട്ടിയതാണ്. വഞ്ചിക്കാത്തുനിന്ന് പിടിച്ചുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. കരപ്പുറത്തേക്കാണ് എപ്പോൾ വിട്ടുപോയെന്ന് വെച്ചാൽ മതി. കാരണം എൻ്റെ ബാക്കിലത്തെ ഹുക്ക് മാത്രമേ കൊണ്ടുവരണ്ടായിരുന്നുള്ളൂ. നല്ല പിടുത്തം പിടിച്ചു. ഞാൻ പിന്നെ ഉടക്കുള്ള സ്ഥലം ആയതുകൊണ്ട് ഒരുപാട് ഡ്രാഗം കൊടുത്തില്ല. പിന്നെ ഹുക്ക് ഞാൻ കണ്ട് എവിടെ കൊണ്ടുപോയേക്കണെന്ന്. അത് നോക്കിയിട്ടാണ് പിന്നെ ഡ്രാഗ് കൊടുത്തത്. എന്നെ ഈ വഞ്ചിയിട്ട് ഫുള്ളും ചുറ്റിക്കളഞ്ഞിട്ടാ. പിടിച്ചിട്ട് അത്യാവശ്യം പാടിട്ട് ഞാൻ പിടിച്ചല്ലോ 10 കിലോത്തിന് മീനായിക്കൊന്ന് ചോദിച്ചു. കാരണം അമ്മാതിരി പിടുത്തം പിടിച്ച്. നമ്മുടെ കോമ്പറ്റീഷൻ ഒക്കുമ്പോൾ കോമ്പറ്റീഷനിൽ പിടിച്ചു. ഭയങ്കര ലോഡ് വന്നു ആ റോഡിൽ. എന്നുവെച്ചാൽ അത്ര പവറില്ലാത്ത റോഡാണ്. ഹെവി ആക്ഷൻ ആണെങ്കിലും അത്ര വലിയ പവറൊന്നും ഉണ്ടാവില്ല ആ റോഡിന്. അതിൽ പിടിച്ചിട്ട് എൻ്റെ പിന്നെ രക്ഷയില്ലാതെ എടുത്ത് പോയി. നല്ല തീറ്റിന്ന് മുറ്റിക്കുന്ന മീനുണ്ട്. കണ്ടിട്ട് നല്ല നെയ്യൊക്കെ ഇടുന്നു. ബാലിക്കണോക്കെ ജമിട്ട് തന്നെ. വീഡിയോയിൽ അത്ര കാണാൻ പറ്റുന്നില്ല. കുറേ നാശമാണ് ഇപ്പം ഇത്ര ഉള്ള കിട്ടിയേക്കണേ. കാരണം മീനടി ഉണ്ടായിരുന്നില്ല. പൊതുവേ ശോകം വരുന്നു. വെള്ളമൊക്കെ മോശമായതുകൊണ്ട് അടിക്കണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പറഞ്ഞാൽ അടിക്കാണ്. നല്ല ഹുക്കാണ്ടോ, മസ്റ്റാറിൻ്റെ ഹുക്കാണ് ഏറ്റിട്ടാണ്. അതുകൊണ്ടാണ് നിർന്നു പോകത്ത്. അല്ലെങ്കിൽ പണ്ടേ നിർന്നു തന്നെ. നല്ല ക്വാളിറ്റി ഹുക്ക്, പൈസ നല്ല ഇതിൽ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടാണ് ഹുക്കാണ്. കാരണം സ്റ്റോക്ക് വരുന്ന ഹുക്കൊക്കെ ഭയങ്കര മോശമായിരിക്കും ലൂറുകളിൽ. നല്ല സാധനം ഉണ്ടോ. അപ്പോൾ വേറെ കിട്ടുമോ നോക്കട്ടെ. അവിടെ മറ്റേ സാധനമുള്ളതിൻ്റെ അല്ലേ ഇര മുഴുവൻ കടിച്ചു. എന്ത് സാധനം മുതൽ ഇവിടെ ഒരു സ്ക്രാച്ച് ആര് കണ്ട നോക്കി. നല്ല സൗണ്ടല്ലേ. ഇതിപ്പോ കേറി നിക്കണ മീന ഒരുപാട് നാളായിട്ട്. ആ ഇവിടെ നിക്കണ മീനാണെന്നത്. നിർമ്മിച്ച മീനാണ്. നിന്റെ കറക്റ്റ് നിനക്കെന്തോ ഭാഗ്യം ഉണ്ടായി. നല്ല സമയം കൊണ്ടായതുകൊണ്ടാണ്. നല്ല സമയമായിരുന്നു. മീനുണ്ടെങ്കിൽ ചാടിക്കറി പിടിച്ചാൽ നമുക്ക് കിട്ടിയ സാധനം കണ്ട. ഞാൻ നേരത്തെ ആ വഞ്ചിയിൽ നോക്കിയപ്പോൾ 3-3.5 കിലോ ഉണ്ടാവും. ഇത് ഏകദേശം 4 കിലോന് പൊക്കത്തുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് നോക്കിയിട്ടുണ്ട്. 5 കിലോ താഴെ എന്തായാലും ഉണ്ട്. ഇതിപ്പോൾ കയറി വന്നേക്കണ മീനാണ്. കയറി വന്നിട്ട് കപ്പലിൽ നിന്ന് ഒരു പ്രാവശ്യം വിട്ടുപോയിട്ട് അത് എനിക്ക് അടിച്ചിട്ടായിരുന്നു. ഇപ്പോൾ നല്ല ദിവസം ആയതുകൊണ്ട് കറക്റ്റ് ടൈമായിരുന്നു. അങ്ങനെ സാധനത്തിന് അടിച്ചിട്ട് ഇത് കണ്ട നല്ല മൊത്തത്തിൽ സാധനം കേട്ടോ. ഇട്ടുകൊണ്ട് തന്നെയാണ്. ഒറ്റ കുളത്തിൽ നിന്ന് വെച്ചാൽ നല്ല കുളത്തായതുകൊണ്ട് കയറി പോകുന്നതാണ്. അണപ്പിക്കാനൊന്നുമില്ല. അപ്പം തന്നെ കയറ്റുന്ന. കാരണം ഒരുപാട് ഇട്ട് ഡ്രാ കൊടുക്കാൻ നിന്ന പണിയാവും. ഓക്കെ ശരി എന്നാ. 400